അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു വൈബ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. നമ്മുടെ കക്കാടംപൊയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളത് പോയി ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. ഇനി മഴക്കാലമാണ് വരുന്നതില്ലേ, മഴ കൂടുന്തോറും അങ്ങോട്ട് പോകാതെ നിൽക്കണമായിരിക്കും സേഫ്. കാരണം അത്ര ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഇക്കിത അങ്ങോട്ട് ബൈക്കെടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഹസുമാനെ വീട്ടിലാക്കിയിട്ടുണ്ട്. കാരണം മഴയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ മക്കൾസ് ഇല്ലാതെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം റെയിൻ കോട്ടൊക്കെ ഉണ്ട് ഓക്കെ, പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു വൈബ് കൂടുതൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ മക്കളൊന്നും ഇല്ലാതെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഹസുട്ടിനെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞങ്ങളിതാ എൻജോയ് ചെയ്തിട്ട് ഒരു ഈവനിങ് 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിന്ന് വലിയ റണ്ണിങ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പോയി വരാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു 5-6 പ്രാവശ്യമായിട്ടത് ഈ ഒരു സ്പോട്ടൊക്കെ പോകുന്നു ഇറങ്ങിയിട്ട്. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നാട്ടിലും മഴ ഇല്ലെങ്കിലും ആ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ മഴ ഉണ്ടാവും കേട്ടോ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണ്, ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ചേഞ്ച് ആവുന്നത്. ഒരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ പെട്ടെന്ന് അന്തരീക്ഷം കണ്ട് കോട മൂടി കിടക്കുകയാണ്. സംഭവം ഒരു രക്ഷയില്ല. ഈ ഒരു ടൈമിൽ മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭംഗിയാണ് നമ്മുടെ കക്കാടംപൊയിൽ എന്നല്ലേ. ഒരുപാട് പല കളറിലുള്ള കോട്ടൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ വരുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പച്ചയും മഞ്ഞയും ചുവപ്പുമായിട്ട് കളർഫുള്ളായിരിക്കും നമ്മുടെ ആ ഒരു മല കാണാൻ കേട്ടോ മഴക്കാലം വന്നാൽ. അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റീൽസ് പിന്നെ ഒരു മുഖ്യം ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഇരുട്ടായ ടൈമിലാണ് ഞങ്ങൾ മീൻസ് ബാങ്ക് കൊടുക്കാനായ ടൈമിലാണ് താഴോട്ട് ഇറങ്ങുന്നത്. അത്യാവശ്യം വണ്ടിയും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ താഴെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ബൈക്ക് മുകളിലേക്ക് കയറ്റുന്നില്ല, കാരണം റോഡൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കയറാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കുന്നും മലയൊക്കെ താണ്ടി നമുക്ക് ഈ ഒരു വൈബൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. ചില ആൾക്കാർക്ക് ഈ മല എല്ലാം കൂടി കയറാൻ പറ്റാത്തവരുണ്ടാവില്ലേ. എന്നാൽ അവർക്കുള്ളൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് കേട്ടോ. ജീപ്പ് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അതിൽ ഏകദേശം 8 പേര് അവർ കയറ്റും കേട്ടോ. 8 പേർക്ക് 800 സംതിങ് എന്തോ റൈറ്റ് ഉള്ളൂ. പക്ഷേ സംഭവം എന്തായാലും നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മല കയറുന്നതാണ് അതിൻ്റെ വൈബ്. സത്യത്തിൽ ഞങ്ങൾ എപ്പോഴും മല കയറാറാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടാസ്ക്കാണ്, പക്ഷെ മല കയറി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ മടിയുള്ളവർക്കും മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ സ്ലിപ്പാവാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ താഴെ തന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അവിടെ വണ്ടി സൗകര്യം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 100 സംതിങ് എന്തേ വരുള്ളൂ. ഏകദേശം റിട്ടേണും ഉണ്ട് കേട്ടോ. അവിടെ 1 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യും, അതിനുശേഷം താഴോട്ട് അവർ കൊണ്ടുപോകും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു റേറ്റ് ഉള്ളൂ. അപ്പോൾ 8 ആളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അറിയുന്നവർ ഈ ഒരു കാര്യമൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് ചടപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കണം. അപ്പം ഞാൻ കുറേ പേരുണ്ടാവും ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ ഇതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല മക്കളെ. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ കിട്ടില്ല ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. എത്ര പെട്ടെന്ന് അറിയോ നമ്മൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കോട മൂടി കിടക്കുന്ന ഈ ഒരു കോട വരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത ഉള്ള ആളുകളെ വരെ കാണാതാവേണ്ട അത്രയൊരു വൈബാണ്. പക്ഷെ അതേ സ്പോട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മായും ചെയ്യും, വീണ്ടും അതേമാതിരി തന്നെ കോടയും വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അടിപൊളിയാണ്. പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. നമുക്ക് അവിടുത്തെ ടൈം പോകുന്നതറിയില്ല, നമുക്ക് നാട്ടിൽ തിരിക്കാൻ തന്നെ തോന്നൂല കേട്ടോ. അത്രയും സംഭവമാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കില്ലേ. കുരിശിന്റെ ബാക്കിലൊരു കുരിശ്. ഗൈസ്, അവിടെ ഒരു കുരിശുണ്ടല്ലേ, അത് കഴിഞ്ഞിട്ടുള്ളൊരു കുരിശ് ഇവിടെ.
തന്നെ നാട്ടിൽ നിന്ന് നല്ല അടിപൊളി കോഫിയൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ആ ഒരു സ്പോട്ടിൽ കയറിയിട്ടുള്ളത്. ആ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ ഇതുപോലെ ചായയൊക്കെ കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ നല്ല അടിപൊളി ചായയൊക്കെ കൊണ്ടിട്ടാണ് മുകളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ച് ആസ്വദിച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അർമാദിച്ച് ഗൈസ്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞി ഫ്ലാസ്കിലൊക്കെ ചൂടാറാത്ത ചായയൊക്കെ പിടിക്കുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടും ലക്ക. അപ്പൊ ഈ ഒരു കക്കാടമ്പയുടെ ഈ ഒരു വൈബിലിതാ നല്ല കോടുള്ളതിൽ നിൽക്കാൻ നല്ല ചായയൊക്കെ കുടിക്കുക ഗൈസ്. നമ്മളെ സാധനമൊക്കെ എടുത്തില്ലേ? ഗൈസ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല കേട്ടോ. അത്രയും വലിയ കോടയാണ് ഗൈസ് ഈ വന്നത്. എന്തെങ്കിലും അഭിപ്രായം ഈ ഒരു നമ്മൾ കുറേ പേര് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറേ പേര് ഇതാ ഇങ്ങോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൈബനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴെ എത്തുമ്പോഴാണ് അത്രയും നല്ല ബ്ലോക്കായിരുന്നു. മീൻസ് അത്രയും വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് കേട്ടോ ഈ ഒരു മലയൊക്കെ ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു മലയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ
ഇത്രയും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതാ പല കളേഴ്സിലുള്ള കോട്ടൊക്കെ ആയിട്ട് കുറേ പേര് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലും ഈ ഒരു വീഡിയോസും വൈബൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ കക്കാടംപൊയിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് അല്ലേ, ഈ കാണുന്ന വീട് നല്ലൊരു അടിപൊളി ഒരു ഫ്രെയിമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നതാണ് കേട്ടോ. നല്ലൊരു വൈബിൽ ഒരു കുഞ്ഞു വീട് ഇങ്ങനെ സ്ഥിതി നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യില്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വെറൈറ്റി വീഡിയോ തന്നെ. ബൈ.